വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. മഠാധിപന്മാരിൽ ഒരാൾ ഈശോനാഥനുമായുള്ള എൻ്റെ അടുപ്പത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ മിഥ്യാധാരണയാണെന്നും സഹോദരിയെപ്പോലെ പാപിയായ ആത്മാക്കളോടല്ല വിശുദ്ധരോട് മാത്രമേ ഈശോനാഥൻ ഇപ്രകാരം സഹവസിക്കുകയുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. ഇതിനുശേഷം എനിക്ക് ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയായി. ഈശോയുമായി എൻ്റെ രാവിലെയുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങൊരു മിഥ്യയാണോ? ഈശോ എനിക്ക് മറുപടി നൽകി, എന്റെ സ്നേഹം ആരെയും വഞ്ചിക്കുന്നില്ല. ഒരിക്കൽ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി, ദൈവത്തിന്റെ സത്തയെപ്പറ്റി ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ദൈവം ആരാണെന്നറിയാനും ആ അറിവിൽ ആഴപ്പെടാനും ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. പെട്ടെന്ന് എന്റെ ദേഹി മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെട്ടു. അപ്രാപ്യമായ ഒരു പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രകാശത്തിന്റെ 3 സ്രോതസ്സുകൾ പ്രത്യക്ഷമായി. ആ പ്രകാശത്തിൽ നിന്ന് സ്വർഗത്തെയും ഭൂമിയെയും വലയം ചെയ്യുന്ന മിന്നലിന്റെ രൂപത്തിൽ വചനങ്ങൾ പുറപ്പെട്ടു. ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ ദുഃഖിതയായി. പെട്ടെന്ന് അപ്രാപ്യമായ പ്രകാശത്തിന്റെ സാഗരത്തിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകൻ അതിവിവരണമായ സൗന്ദര്യത്തോടെ കടന്നുവന്നു. പ്രകാശിക്കുന്ന മുറിപ്പാടുകളോടുകൂടിയ അവിടത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശോഭയായിരുന്നു. ഈ പ്രകാശത്തിൽ നിന്ന് ഈ സ്വരം ഞാൻ ശ്രവിച്ചു, ദൈവം തന്റെ സത്തയിൽ ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാലാഖമാർക്കോ മനുഷ്യനോ അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഈശോ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വിശേഷണങ്ങളെപ്പറ്റി ധ്യാനിച്ച് അവിടുത്തെ അറിയുക. ഒരു നിമിഷത്തിനു ശേഷം അവിടുന്ന് കൈകൊണ്ട് കുരിശടയാളം വരച്ച ശേഷം അപ്രത്യക്ഷനായി.